ഇങ്ങനെ നേരെ ഓടിച്ചു പോകുന്നു. അപ്പൊ എപ്പോഴാണ് നമ്മൾ കൈ ഇങ്ങനെ കാണിക്കേണ്ടത്? പരിചയമുള്ള ആരെല്ലാം കാണുമ്പോ. അല്ലെങ്കിൽ അവളമാര് പറയും ഞാൻ വണ്ടിയൊക്കെ മേടിച്ചെങ്കിൽ എനിക്ക് വലിയ ഓവറാണെന്ന്. അത് മതി. പിന്നെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡിന്റെ ഒത്ത നടുക്ക് രണ്ട് വണ്ടി ഇടിച്ചു കിടക്കുന്നു. അപ്പൊ നമ്മൾ ഏത് സൈഡ് പിടിക്കും? നമ്മളായിട്ട് ആരുടെയും സൈഡ് പിടിക്കണ്ട. നമുക്കറിയത്തില്ലല്ലോ ആരുടെ ഭാഗത്താ തെറ്റെന്ന്. അതുകൊണ്ട് നമുക്ക് ആരുടെയും സൈഡ് പിടിക്കണ്ട. ഏത് സൈഡിൽ കൂടെ വണ്ടി എടുക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ബ്രേക്ക്, ഇത് ഹാൻഡ് ബ്രേക്ക്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് ബ്രേക്ക് ഇടും? ലഞ്ച് ബ്രേക്ക്. എനിക്ക് വിശക്കുന്നു. ചോറ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. എന്നാ പോയി 2 ബിരിയാണി മേടിച്ചോണ്ടോ. ഗുരുദക്ഷിണ ഒരു ഡ്രൈവിംഗ് സ്കൂളിലും പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ്. ശരിയായ രീതിയിൽ എങ്ങനെ അടവെക്കാം. പലയിടത്തും പല രീതിയില്ല. അതെങ്കിലും അറിയാലോ. ഞങ്ങളുടെ അവിടൊക്കെ ഉണ്ടശർക്കരയും തേങ്ങായും കൂടെ ഞെവടി വാഴയിലക്കകത്ത് വെച്ച് അടവെക്കും. ഞാൻ വണ്ടിയുടെ അടി വെക്കുന്ന കാര്യം പറഞ്ഞത്. പിന്നെ ഞാൻ കൂടെ തിന്നാൻ തരുന്നില്ല. പിന്നെ ആ വണ്ടിയുടെ അടി വെക്കുന്നത്. ദൈവമേ, റോഡിൽ കൂടെ പോകുന്നവരെ കാത്തോണേ. ഒരു വണ്ടിയുടെ പുറകിലോ മുന്നിലോ എല്ലെന്ന ബോർഡ് കണ്ടാൽ എന്ത് മനസ്സിലാക്കാം? അത് തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സിന്റെ വണ്ടിയാണെന്ന് മനസ്സിലാക്കാം. അയാൾക്കൊരു എല്ല് കൂടുതലാണ്. അങ്ങനെ പോയാൽ എല്ല് കുറയും. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് അവസാനം നമ്മൾ ഡോക്ടറെ കണ്ണ് കാണിച്ച് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അങ്ങനെ കയ്യും കണ്ണും കാണിച്ചു എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടടോ. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആരും സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടും ഇല്ലടോ. അപ്പൊ ലൈസൻസ് എടുക്കണ്ടേ? അങ്ങനെ ഒരു ലൈസൻസ് എനിക്ക് വേണ്ടടോ. ഞാൻ പോവുക. ഇത് എന്തൊക്കെ പുല്ലുങ്ങളായത്? ഇങ്ങനെ നേരെ ഓടി